ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താമസരേഖ പുതുക്കാൻ വൈകിയ മലയാളിയെ സൗദി പോലീസ് പിടികൂടി നാടുകടത്തി. സൗദിയിൽ അടുത്ത കാലത്ത് നിലവിൽ വന്നതാണ് ഇഖാമ പുതുക്കുന്നതിൽ 3 തവണ കാലതാമസം വരുത്തിയാൽ നാടുകടത്തും എന്ന നിയമം. ഇതുപ്രകാരമാണ് മലപ്പുറം സ്വദേശിയെ നാടുകടത്തിയത്. മുമ്പ് 2 പ്രാവശ്യം ഇഖാമ പുതുക്കാൻ വൈകിയ ഇദ്ദേഹം 2 തവണയും ഫൈൻ അടച്ച് പുതുക്കിയിരുന്നു. മൂന്നാമതും ഇഖാമ കാലാവധി കഴിഞ്ഞപ്പോൾ മുമ്പ് ചെയ്ത പോലെ ഫൈൻ അടച്ച് പുതുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലായിരുന്നു. സാധനങ്ങൾ വാങ്ങാനായി ഖമീസ് മുഷേദ് ടൗണിൽ എത്തിയപ്പോൾ യുവാവിനോട് പോലീസ് പതിവ് പരിശോധനയുടെ ഭാഗമായി ഇഖാമ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇഖാമ പരിശോധിച്ച ഉദ്യോഗസ്ഥർ മുമ്പ് 2 തവണ കാലാവധി കഴിഞ്ഞിട്ടാണ് പുതുക്കിയതെന്നും 3-ാം തവണയും കാലാവധി കഴിഞ്ഞിരിക്കുകയാണെന്നും മനസ്സിലാക്കിയതോടെ യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിച്ചു. റിയാദിൽ നിന്നും പോയ സൗദി എയർലൈൻസ് വിമാനം പാകിസ്ഥാനിലെ പെഷവാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. വിമാനത്താവളത്തിൽ ഇറങ്ങി റൺവേയിലൂടെ ഓടുന്നതിനിടെ ലാൻഡിംഗ് ഗിയറിൽ നിന്നും തീയും പുകയും ഉയരുകയായിരുന്നു. ഉടൻ റൺവേയിൽ വിമാനം നിർത്തി എമർജൻസി ഡോറുകൾ തുറന്ന് യാത്രക്കാരെയും ക്യാബിൻ ക്രൂവിനെയും അതിവേഗം പുറത്തെത്തിച്ചു. 276 യാത്രക്കാരും 21 വിമാന ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണെന്നും സൗദി എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കി. സാങ്കേതിക വിദഗ്ധരെത്തി വിമാനം പരിശോധിച്ച് തകരാറുകൾ പരിഹരിക്കുകയാണെന്നും സൗദി അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുവൈറ്റിലെ വീടുകൾ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയുടെ കോണിപ്പടികളിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്നത് കുറ്റകരമാണെന്നും നിയമം ലംഘിക്കുന്നവരിൽ നിന്നും 500 ദീനാർ പിഴ ഈടാക്കുമെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം. എന്നാൽ ഈ വാർത്ത തെറ്റാണെന്ന് പിന്നീട് വ്യക്തമായി. കുവൈറ്റ് മുനിസിപ്പാലിറ്റി അധികൃതരെ ഉദ്ധരിച്ചാണ് ഒരു പ്രാദേശിക പത്രത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചത്. സോഷ്യൽ മീഡിയ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു. കോണിപ്പടികളിൽ ഷൂ റാക്കുകൾ, ചെറിയ ക്യാബിനുകൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ വെക്കരുതെന്ന രീതിയിലായിരുന്നു പ്രചാരണം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും തങ്ങൾ നൽകിയിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ ചാനലുകളിൽ തങ്ങളെ ഉദ്ധരിച്ചു വരുന്ന ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും കുവൈറ്റ് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ സ്വീകരിക്കാവൂ എന്നും ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അവ ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും മുനിസിപ്പാലിറ്റി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ റെസിഡൻസ് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന 70,000-ത്തോളം പ്രവാസികൾ കുവൈറ്റ് ഭരണകൂടം അനുവദിച്ച പൊതുമാപ്പ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരും ഉൾപ്പെടും. കഴിഞ്ഞ മാർച്ച് 17-നായിരുന്നു കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം 3 മാസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ജൂൺ 17-ന് കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. എങ്കിലും അപേക്ഷകരുടെ എണ്ണക്കൂടുതൽ പരിഗണിച്ച് ജൂൺ 30 വരെ കാലാവധി നീട്ടി നൽകുകയായിരുന്നു. ഇതുപ്രകാരം നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തങ്ങുന്ന പ്രവാസികൾക്ക് പിഴ അടയ്ക്കാതെ രാജ്യം വിടുകയോ നിശ്ചിത തുക പിഴ അടച്ച് രാജ്യത്തെ താമസം ക്രമീകരിക്കുകയോ മറ്റൊരു വിസയിലേക്കോ മാറുകയോ ചെയ്യാൻ അനുവാദം നൽകിയിരുന്നു. മസ്കർ ഗവർണറേറ്റിൽ വാഹനവുമായി സാഹസിക പ്രകടനം നടത്തിയ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ വാഹനവുമായി സാഹസിക പ്രകടനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടകരമാകുന്ന രൂപത്തിൽ വാഹനം ഓടിച്ചതിനാണ് നടപടി സ്വീകരിച്ചത്. വാഹനം പിടിച്ചെടുത്തതായും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മസ്കർ ഗവർണറേറ്റിലെ താമസ സ്ഥലങ്ങളിൽ നിന്നും മറ്റും സ്ക്രാപ്പ് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് നഗരസഭ ഓർമ്മിപ്പിച്ചു. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തും. നഗരസഭയുടെ ബലദിയ ആപ്ലിക്കേഷൻ വഴി റെസിഡൻഷ്യൽ ഏരിയയിലെ സ്ക്രാപ്പ് ശേഖരണത്തിന്റെയും വ്യാപാരത്തിന്റെയും വാഹനങ്ങളുടെയും നീക്കം നിരീക്ഷിക്കും. താമസക്കാർക്ക് ആപ്പ് വഴി വിവരങ്ങൾ കൈമാറാനും സാധിക്കും. സ്ക്രാപ്പ് സംബന്ധമായ മുഴുവൻ വ്യവസായങ്ങൾക്കും ലൈസൻസ് ആവശ്യമാണ്. താമസ മേഖലയിൽ നിന്നും ശേഖരിക്കുന്ന സ്റ്റീൽ, കോപ്പർ സ്ക്രാപ്പുകൾ സൂക്ഷിക്കുന്നതും കച്ചവട ഇടപാടുകൾ നടത്തുന്നതും ഇൻഡസ്ട്രിയൽ സോണുകളിൽ മാത്രമായിരിക്കണം. താമസ മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. 305 റിയാൽ ലൈസൻസ് അപേക്ഷകരിൽ നിന്നും ഈടാക്കും. 5 റിയാൽ അപേക്ഷാ ഫീസ് ഉൾപ്പെടെയാണിത്. ലൈസൻസ് പുതുക്കുന്നതിന് 300 റിയാലാണ് ചെലവ് വരുന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് 50 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ചുമത്തും.
നിയമലംഘനം ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയാക്കും. സ്ക്രാപ്പ് ഉടമകളുടെ അനുമതിയും വസ്തുക്കളുടെ വിവരങ്ങളും ഇനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ഇവയ്ക്ക് റോയൽ ഒമാൻ പോലീസിന്റെ അനുമതി ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം 2 വർഷം മുമ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. ഇത്തവണ വേനൽക്കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പനി കേസുകളിൽ അസാധാരണമായ വർധനവുണ്ടായതായി ഡോക്ടർമാർ കണ്ടെത്തി. ശൈത്യകാലങ്ങളിൽ സാധാരണയായി ഉണ്ടാകുന്ന ജലദോഷവും ഇൻഫ്ലുവൻസ പോലുള്ള പനിയും ഈ വർഷം വേനൽക്കാലത്ത് ക്രമാതീതമായി വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. സാധാരണയായി ഫ്ലൂ രഹിതമായി കണക്കാക്കപ്പെടുന്ന കാലഘട്ടമാണ് സമ്മർ സീസൺ. ചുമ, മൂക്കൊലിപ്പ്, പനി, തൊണ്ടവേദന എന്നിവ അനുഭവപ്പെടുന്നവർ ഏറെ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ എത്തുന്നതായാണ് റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനം ഇതിന് പിന്നിലെ ഒരു കാരണമാണെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം അന്താരാഷ്ട്ര യാത്രകളും വിനോദസഞ്ചാരികളുടെ ഒഴുക്കും ഫ്ലൂ പകരുന്നതിന് കാരണമായേക്കാമെന്നും കൂട്ടിച്ചേർക്കുന്നു. സീബിലെ ടെക്സ്റ്റൈൽസിൽ നിന്നും സൈനിക വസ്ത്രങ്ങൾ പിടിച്ചെടുത്തതായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച 520 വസ്ത്രങ്ങളാണ് കണ്ടുകെട്ടിയത്. ഒമാനിൽ സാധാരണക്കാരായ ആളുകൾ സൈനിക വേഷമോ ഇതിനോട് സാമ്യമുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിച്ചാൽ 2000 റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കിയതായും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം 2019 പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. 50 റിയാലാണ് പിഴ. കുറ്റം ആവർത്തിച്ചാൽ തുക ഇരട്ടിയാക്കും. 2000 റിയാൽ വരെ പിഴ ഉയരുമെന്നും CPIയുടെ ഉത്തരവിൽ വ്യക്തമാക്കി. അൽ അഷ്കറ ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന് തീരദേശത്ത് തുടക്കം. ജൂലൈ 31 വരെ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകരെ വേറിട്ട വിനോദങ്ങളാണ് കാത്തിരിക്കുന്നത്. വേറിട്ട രൂപത്തിൽ അരങ്ങേറിയ ഉദ്ഘാടന ചടങ്ങുകൾക്ക് നിരവധി പേരെത്തിയിരുന്നു. പൈതൃകം, വിനോദം, വിനോദസഞ്ചാരം, സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിലായി അരങ്ങേറും. ജാലാൻ ബനി ബു അലി വിലായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കും. വിവിധ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ആഭ്യന്തര വിനോദസഞ്ചാരത്തെ പിന്തുണയ്ക്കുക തുടങ്ങിയവയായിരുന്നു ഉത്സവത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഗവർണറേറ്റിലെ പുരാവസ്തു സാംസ്കാരിക സ്ഥലങ്ങൾ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമായി ഈ ഫെസ്റ്റിവൽ മാറുകയും ചെയ്യും. കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ അൽ അഷ്കറ ഫെസ്റ്റിവലിൽ 2,20,000 ആളുകൾ പങ്കാളികളായിരുന്നു. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സന്ദർശകരായിരുന്നു ഓരോ ദിവസവും ഫെസ്റ്റിവൽ നഗരിയിലേക്ക് എത്തിയിരുന്നത്. ഇത്തവണയും കൂടുതൽ സന്ദർശകരെ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. തെക്കൻ ബാത്തിനയിലെ ഇന്ധന സ്റ്റേഷനുകളിൽ അധികൃതർ പരിശോധന വ്യാപകമാക്കുന്നു. സ്റ്റേഷനുകളിൽ മതിയായ സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും ചട്ടങ്ങളും ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുകയായിരുന്നു ഗവർണറേറ്റിലുടനീളം നടത്തിയ പരിശോധനയുടെ ലക്ഷ്യം. ഇന്ധന ചില്ലറ വിൽപ്പന മേഖലയിലെ സേവന വ്യവസ്ഥകളിലും പ്രവർത്തന രീതികളിലും ഉയർന്ന നിലവാരം പുലർത്തുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തുന്നത്. വന്ധ്യത, മാനസിക രോഗങ്ങൾ എന്നിവ ചികിത്സിക്കുമെന്ന വ്യാജ അവകാശവാദവുമായി ദുർബലരായ രോഗികളെ ചൂഷണം ചെയ്ത അനധികൃത ക്ലിനിക്കിനെതിരെ സൗദി ആരോഗ്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചു. മറ്റ് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് ക്ലിനിക് നടത്തിയിരുന്ന വ്യാജ ഡോക്ടറെ പിടികൂടിയതായും മന്ത്രാലയം വ്യക്തമാക്കി.